അമേരിക്കയിൽ നിന്ന് നാടുകടത്തപ്പെട്ട് ഇന്ത്യയിൽ തിരിച്ചെത്തിയ പഞ്ചാബികൾ ട്രാവൽ ഏജന്റുമാർക്ക് നൽകിയത് കോടികൾ. 3 സംഘങ്ങളായി ഇന്ത്യയിലെത്തിയത് ഇതുവരെ 332 പേരാണ്. അമേരിക്കയിൽ നിന്ന് ഇതുവരെ നാടുകടത്തപ്പെട്ടത് 332 ഇന്ത്യക്കാരാണ്. ഇതിൽ തിരിച്ചെത്തിയ പഞ്ചാബികളായ 127 പേരാണ് ട്രാവൽ ഏജന്റുമാർക്ക് കമ്മീഷനായി കോടികൾ നൽകിയത്. അമേരിക്കയിലേക്ക് കടക്കാൻ 43 കോടി രൂപയാണ് ഇവർ ഏജന്റുമാർക്ക് നൽകിയത്. അധികൃതർ ശേഖരിച്ച കണക്കുകൾ പ്രകാരം ആദ്യമെത്തിയ സംഘത്തിലുള്ള പഞ്ചാബികളായ 31 പേർ 4,95,00,000 രൂപയാണ് ഏജന്റിന് നൽകിയത്. രണ്ടാമത്തെ സംഘത്തിലുള്ളവർ 26,97,00,000 മൂന്നാം ബാച്ചിലെത്തിയ 31 പേർ 11,37,00,000 ഏജന്റുമാർക്ക് നൽകിയാണ് അമേരിക്കയിലെത്തിയത്. നാടുകടത്തപ്പെട്ട് ഫെബ്രുവരി 5, 15, 16 തീയതികളിൽ 3 സംഘമായി ഇന്ത്യയിലെത്തിയ 332 പേരിൽ 127 പേർ പഞ്ചാബികളായിരുന്നു. അമൃത്സർ വിമാനത്താവളത്തിലെത്തിയ ശേഷം നാടുകടത്തപ്പെട്ടവർ വെളിപ്പെടുത്തിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തുക ക്രോഡീകരിച്ചത്. ഏജന്റിന്റെ പേര്, നൽകിയ പണം ഏത് വഴിയിലൂടെ US അതിർത്തിയിൽ എത്തിയെന്നിങ്ങനെയുള്ള വിവരങ്ങൾ ഉദ്യോഗസ്ഥർ ഇവരിൽ നിന്ന് ശേഖരിച്ചു. ആദ്യ ബാച്ചിലെത്തിയവർ വിവരങ്ങൾ നൽകാൻ മടി കാണിച്ചെങ്കിലും പിന്നീടെത്തിയ 2 ബാച്ചിലുള്ളവരും സഹകരിച്ചെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. ശരാശരി 40-45 ലക്ഷം രൂപയാണ് ഓരോരുത്തരും ഏജന്റുമാർക്ക് നൽകിയത്. പാകിസ്ഥാൻ, ദുബായ്, ഇറ്റലി, സ്പെയിൻ, മെക്സിക്കോ, US, UK എന്നിവിടങ്ങളിലും പഞ്ചാബിലും ഉള്ളവരായിരുന്നു ഏജന്റുമാർ. എന്നാൽ നാടുകടത്തപ്പെട്ട് തിരിച്ചെത്തിയ പലർക്കും ഏജന്റുമാരുടെ പേരോ മറ്റു വിവരങ്ങളോ അറിയില്ല. സാമൂഹിക മാധ്യമങ്ങളിലൂടെയായിരുന്നു ഇവർ ഏജന്റുമാരുമായി ബന്ധപ്പെട്ടിരുന്നത്. കൂടാതെ ഏജന്റുമാർക്ക് പണം നൽകിയവരിൽ ഭൂരിഭാഗം പേർക്കും രസീതും ലഭിച്ചില്ല. ഏജന്റുമാർക്കെതിരെ ചിലർ കേസ് കൊടുക്കാൻ തയ്യാറാകുന്നുണ്ടെങ്കിലും മറ്റു ചിലർ വിമുഖത കാട്ടുന്നുമുണ്ട്. ന്യൂസ് ഡെസ്ക്, സെഡ്കോ ന്യൂസ്.